എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന ബുക്കിൽ നിന്നും നാലാമത്തെ അധ്യായത്തിൽ നിന്നും എടുത്ത 26ാമത്തെ ശ്ലോകമാണെന്ന് പറയാൻ പോകുന്നത്. ശ്ലോകത്തിലോട്ട് പോവാം. ശ്രോത്രാദീനീന്ദ്രിയാണ്യന്യേ സംയമാഗ്രീഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാന്യന്യ ഇന്ദ്രിയാഗ്നീഷു ജുഹ്വതി. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് തടസ്സം വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ചെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ള സാഹചര്യം നമുക്ക് പ്രതികൂലമായി ഭവിക്കുമ്പോഴാണ് നമുക്ക് തടസ്സം വരുന്നത്. ചുറ്റുമുള്ള സാഹചര്യങ്ങളിലെ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളാണ് ഇത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് കണക്കാക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് പ്രതികൂലമാവുന്ന സാഹചര്യങ്ങൾ, അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? എന്ത് മോശം സാഹചര്യം വന്നാലും ഇതെനിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്, ഇതെനിക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് കരുതിയിട്ട് അത് പഠിച്ചിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യത്തിൽ എങ്ങനെ കർമ്മം ചെയ്യാമെന്ന് തീരുമാനിക്കാം. അല്ലെങ്കിലോ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് ശത്രുക്കൾ, അതായത് ഒരു പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ നമുക്ക് ക്രോധം, കാമക്രോധ ലോഭ മോഹ മതം ഇതൊന്നും വരാതെ ഇന്ദ്രിയങ്ങളെ നമ്മൾക്ക് നമ്മളുടെ വരുതിയിൽ വരുത്താം. അങ്ങനെ വരുതിയിൽ വരുത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മളുടെ ധ്യാനം നമ്മളുടെ കർമ്മത്തിലാവുകയും ഈ പ്രതികൂല സാഹചര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോ ഇതിന് എന്ത് ചെയ്യണം? നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ വശത്തിൽ വരുത്തണമെങ്കിൽ നമ്മൾ ആദ്യം ധ്യാനം പരിശീലിക്കണം. ധ്യാനത്തിന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ശീലിച്ചാൽ എന്ത് പറ്റും? നമ്മൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ഭഗവാന് വളരെയധികം സ്നേഹത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും മനസ്സിൽ ധ്യാനിക്കുമ്പോൾ നമ്മളെ മനസ്സ് ഭഗവാനിൽ തന്നെ ഇരിക്കുകയും ചുറ്റുമുള്ള കാര്യങ്ങളിലൊന്നും പോവാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ചുറ്റുമുള്ള കാര്യങ്ങളിലൊന്നും പോവാതെ മനസ്സിനെ ഭഗവാനിൽ ധ്യാനിച്ച് പരിശീലിച്ചാൽ നിങ്ങൾ ഭാവിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാനാണെന്ന് കരുതുകയും പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമായിരിക്കും നിങ്ങളുടെ മനസ്സുണ്ടാവുക. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. ഇനി പ്രതികൂല സാഹചര്യങ്ങളിലോട്ട് മനസ്സ് പോയാൽ തന്നെ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഞാൻ എന്തോ പഠിക്കാനുണ്ട് എന്ന തിരിച്ചറിവ് വരികയും അതുവഴി നിങ്ങൾ അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാക്കുകയും ആ ജ്ഞാനം ഉപയോഗിച്ച് ആ പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ തരണം ചെയ്ത് നിങ്ങളുടെ കർമ്മം നിങ്ങൾ വളരെ വിജയകരമായി അവസാനിപ്പിക്കുകയും ചെയ്യും. ഇനി ഇതിൽ വേറൊരു അർത്ഥം, ഇതിന്റെ രണ്ടാമത്തെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുകയാണ്, നമുക്ക് തിരിച്ച് ദേഷ്യപ്പെടാം, അങ്ങനെ അയാളെ ശത്രുവാക്കാം. അങ്ങനെ ശത്രുവാക്കിയിട്ട് ആ ശത്രു എന്ത് ചെയ്യും? ആ ശത്രു പിന്നെ നമ്മളെ തിരിച്ചാക്രമിക്കും എപ്പോഴെങ്കിലും. അപ്പൊ ആക്രമിക്കാം, അല്ലെങ്കിൽ ആള് ശക്തനാവുമ്പോൾ ആ സമയത്ത് നമ്മൾ ആക്രമിക്കാം. അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റിയത്? കാരണം നമ്മളോട് ഒരാൾ ക്രോധപ്പെട്ടപ്പോ നമ്മൾ ചിന്തിച്ചില്ല അയാൾ എന്തുകൊണ്ടാണ് നമ്മളോട് ക്രോധിതനായത്. അപ്പൊ അയാള് എന്തുകൊണ്ടാണ് നമ്മളോട് ക്രോധിതനായത് എന്ന മൂല കാരണം നമ്മൾ അന്വേഷിച്ച് ആ മൂല കാരണം മനസ്സിലാക്കി ആ മൂല കാരണത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രതികരണം നമ്മൾ നൽകിയാൽ, ചിലപ്പോൾ ആള് ക്രോധിതനായത് അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സോറി, ക്ഷമിക്കണം, ഞാൻ ചെയ്ത ഈ പ്രവൃത്തി കാരണം അങ്ങേക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന് നമ്മൾക്ക് ഒരുമിച്ചിരുന്ന് ആലോചിക്കാം. ഇനി ഇത് വരാതിരിക്കാനും രണ്ടുപേർക്കും ഗുണമുള്ള രീതിയിൽ എങ്ങനെ ഈ ബുദ്ധിമുട്ട് നമുക്ക് മറികടക്കാമെന്ന് ആലോചിക്കാമെന്ന് അയാളോട് സമാധാനമായി പറയുകയാണെങ്കിൽ
അയാൾ നിങ്ങളുടെ സുഹൃത്താവുകയും ആ സുഹൃത്ത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പൊ എപ്പോഴും എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും ആ പ്രതികൂല സാഹചര്യങ്ങളുടെ മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രതികരിക്കാവൂ. അതിന് മുന്നിൽ ഒരിക്കലും പ്രതികരിക്കരുത്. അതും നിങ്ങൾ മൂലകാരണം മനസ്സിലാക്കി അതിന് അനുയോജ്യമായിട്ടുള്ള കർമ്മം ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മം ആ പ്രതികൂല സാഹചര്യത്തിന്റെ മൂല കാരണം മാറ്റുന്ന രീതിയിൽ ഉള്ളൊരു കർമ്മമായി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാവർക്കും അവരുടെ പ്രതികൂല സാഹചര്യങ്ങളെ മനസ്സിന്റെ നിയന്ത്രണത്താൽ മറികടക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.